ഇന്ന് നമ്മൾ ഇസ്മായിൽ വില്ലേജിൻ്റെ കപ്പേളയിൽ ഒരുമിച്ച് കൂടുന്നത് ദൈവത്തിൻ്റെ കരുണാതര സ്നേഹത്തിൻ്റെ ചരിത്രം ആഘോഷിക്കാൻ. 25 വർഷങ്ങൾക്ക് മുമ്പ് വിൻസെൻഷ്യൻ വൈദികനായ നമ്മുടെ പ്രിയപ്പെട്ട പ്ലാക്കിലച്ചൻ അതുപോലെ തന്നെ അച്ഛൻ സ്ഥാപിച്ച സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി സന്യാസ സമൂഹത്തോടുകൂടെ ചേർന്ന് ഇസ്മായിൽ വില്ലേജിന് രൂപം കൊടുത്തു. ഇന്ന് ആയിരക്കണക്കിന് പേരുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ, കരുണയുടെ, സ്നേഹത്തിൻ്റെ പ്രകാശമായിട്ട് ഈ സ്ഥാപനം വിളങ്ങി തെളിഞ്ഞ് നിൽക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ അതായത് സുവിശേഷം 25-ാം അധ്യായം 40-ാം വാക്യത്തിൽ എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഈ കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ സ്ഥാപനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ കരുണാതരമായിട്ടുള്ള സ്നേഹത്തിൻ്റെ തുടർ പ്രവർത്തനമായിട്ട്. ഈ അവസരത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപക പിതാവായിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്ലാക്കിലച്ചനെ ഒരുപാട് സ്നേഹത്തോടുകൂടെ നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ഹൃദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. ജൂബിലിയുടെ മംഗളങ്ങൾ ഹൃദ്യമായിട്ട് നേരുകയാണ്. ലെറ്റ് us give a very good clap to Father Anthony Plakin. ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്ലാക്കിലച്ചൻ എടുത്ത വലിയ തീരുമാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വിൻസെൻഷ്യൻ സമർപ്പിത സമൂഹം വളരെ ഔദാര്യത്തോടുകൂടെ പിന്തുണച്ചുകൊണ്ടിരിക്കുക. ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മാത്യുച്ചനെയും അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോർജി അച്ഛനെയും ഇവിടെ ആയിരിക്കുന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫിലിപ്പ് അച്ഛനെയും നാളിതുവരെ ഇവിടെ ശുശ്രൂഷ ചെയ്ത എല്ലാ സഹോദര വൈദികരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവർക്ക് ഈ ജൂബിലിയുടെ ഹൃദ്യമായിട്ടുള്ള മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം നേരട്ടെ. സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി കരുണയുടെ സഹോദരിമാർ ഈ സ്ഥാപനത്തിൻ്റെ വേർതിരിക്കാനാവാത്ത ഘടകമാണ്. പ്ലാക്കിലച്ചൻ തന്നെ സ്ഥാപിച്ച ഈ സമൂഹത്തിലെ സമർപ്പിതരുടെ ആത്മാർത്ഥമായിട്ടുള്ള സേവനത്തെ നന്ദിപൂർവ്വം ഓർക്കുന്നു. ഇപ്പോഴത്തെ സുപ്പീരിയർ ജനറലായിരിക്കുന്ന സിസ്റ്റർ കൊച്ചുറേസിയായും അസിസ്റ്റൻറ്റ് സുപ്പീരിയർ ജനറലായിരിക്കുന്ന സിസ്റ്റർ മേരി പോളിനെയും മറ്റെല്ലാ സമർപ്പിതരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും അവർക്ക് ഈ ജൂബിലിയുടെ ഹൃദ്യമായിട്ടുള്ള മംഗളങ്ങൾ നേരുകയും ചെയ്യുന്നു. ഈ ഭവനത്തിലെ മക്കൾ
സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവരായിട്ടുള്ള അശരണരും ആലംബഹീനരും അഗതികളുമായിട്ടുള്ള മക്കൾക്ക് വലിയ പ്രത്യാശയാണ് ഈ സ്ഥാപനം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആ മക്കളുടെ ദിവസമാണ്, ആ മക്കളുടെ ആഘോഷമാണ് ഈ സിൽവർ ജൂബിലി ആഘോഷം. ഇവിടെയുള്ള എല്ലാ അന്തേവാസികളെയും കൃത്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയും അവർക്ക് ധാരാളം ദൈവാനുഗ്രഹം നേരുകയും ചെയ്യുകയാണ്. നമുക്കവർക്ക് നല്ലൊരു സ്നേഹത്തോടു കൂടിയുള്ള അഭിനന്ദനങ്ങൾ കൊടുക്കാം. ഈ സ്ഥാപനം നിലനിന്നു പോകുന്നത് ഒരുപാട് സുമനസ്സുകളുടെ പിന്തുണ കൊണ്ടാണ്. നല്ലവരായിട്ടുള്ള ബെനഫാക്ടേഴ്സിൻ്റെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടോടു കൂടിയാണ്. അവരുടെ ഔദാര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും പ്രകാശനവും കൂടിയാണ് ഈ സ്ഥാപനം. വി ഹാവ് ബെനഫാക്ടേഴ്സ് ഫ്രം കേരള, ഫ്രം ഇന്ത്യ, ഈവൻ ഫ്രം എബ്രോഡ്. Now I see some of the benefactors from Maryland, USA, and some other benefactors from other parts of India. We wish them God's abundant blessings for their support and for their help. Let us give them a very good clap to all the benefactors. പ്രിയമുള്ളവരെ, സ്മൈൽ വില്ലേജ് കരുണാർദ്ര സ്നേഹത്തിൻ്റെ മാതൃക. ഈശോത്തമ്പുരാൻ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് ഇപ്രകാരം അരുൾ ചെയ്തിട്ടാണ്: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാനും അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. തുടർന്ന് അവിടുന്ന് പറയുന്നത്, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാനായിട്ടാണ് എന്നെ അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് സ്മൈൽ വില്ലേജ് ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അശരണർക്ക്, ആലംബഹീനർക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക്, അനാഥർക്ക് പ്രത്യാശയുടെ പ്രകാശം ചൊരിയുകയാണ്. അതുകൊണ്ടാണ് മലയിലെ പ്രസംഗത്തിൽ ഈശോ പറഞ്ഞത്, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ, നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ പ്രകാശം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസരിക്കട്ടെ എന്ന്. യഥാർത്ഥത്തിൽ കരുണ എന്ന് പറയുന്നത് അത് സഭയുടെ ഹൃദയമാണ്. സഭയുടെ ഹൃദയത്തിൻ്റെ തുടിപ്പുകളാണ് കാരുണ്യം എന്ന് പറയുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ സുവിശേഷത്തിൻ്റെ സന്തോഷം എവാഞ്ചലി ഗൗദിയും രേഖയിൽ പറയുന്നുണ്ട്, സഭയുടെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു മിഷണറി സമൂഹമാണ്. എല്ലാവരെയും ദൈവത്തിൻ്റെ കരുണയിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യം. ആ സ്വപ്നത്തിൻ്റെ മനോഹരമായിട്ടുള്ള ആവിഷ്കരണമാണ് ഈ സ്ഥാപനം. ഇവിടെ നടക്കുന്ന എല്ലാ സേവനവും മറ്റുള്ളവരെ ദൈവത്തിൻ്റെ കരുണയിലേക്ക് ആകർഷിക്കുന്ന പ്രവർത്തനമാണ്. ഓരോ രോഗിയെയും, ഓരോ ഉപേക്ഷിക്കപ്പെട്ടവനെയും യേശുവിൻ്റെ മുഖമായിട്ട് കാണുന്ന സ്ഥലമാണ് സ്മൈൽ വില്ലേജ്. അതുകൊണ്ടാണ് പാപ്പ പറഞ്ഞ്, ഇഫ് യു വാണ്ട് ടു സീ ദ ഫേസ് ഓഫ് ഗോഡ്, ഗോ ടു ദ പെരിഫറൽസ്
and meet the poor, needy and marginalized. Look at their face. You will see the face of God. ദൈവത്തിൻ്റെ മുഖം അത് ഇവരിലൂടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് സ്മൈൽ വില്ലേജിൻ്റെ സവിശേഷത. അതുകൊണ്ട് തന്നെയാണ് വിൻസെൻ്റ് പോൾ നമ്മെ ഓർമ്മിപ്പിച്ചത്, ദരിദ്രരുടെ വാതിലാണ് നാം സ്വർഗത്തിൻ്റെ വാതിലായിട്ട് കാണുന്നത്. വേദനിക്കുന്നവരുടെ വാതിലാണ് നമ്മുടെ സ്വർഗത്തിൻ്റെ വാതിൽ. The door of the heaven is the door of the poor, needy and marginalized. അവരുടെ വാതിലുകൾ തുറന്ന് അവർക്ക് ക്രിസ്തുവിൻ്റെ കരുണാർദ്രമായിട്ടുള്ള സ്നേഹം പ്രകാശിതമാകുമ്പോഴാണ് നമുക്കായിട്ട് സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുക. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ എഴുതിയ മറ്റൊരു ചാക്രി ലേഖനമാണ് നമുക്കറിയാം, ഫ്രatelli tutti. ഇതിൽ നമ്മുടെ സാഹോദര്യത്വത്തിൻ്റെ, സഭാംഗങ്ങളുടെ സാഹോദര്യത്വത്തിൻ്റെ മൂല്യം എടുത്തു പറയാം. അവിടെ പാപ്പ പറയുന്നത് എല്ലാവരും പരസ്പരം സഹോദരന്മാരും സഹോദരിമാരുമാണ്. നമ്മെ വേർതിരിക്കുന്നത് മതമോ ജാതിയോ ഭാഷയോ അല്ല, മറിച്ച് നമ്മുടെ ഉപേക്ഷയും അനാസ്ഥയുമാണ്. എന്തിൻ്റെ ഉപേക്ഷ? മറ്റുള്ളവരെ പരിഗണിക്കാനുള്ള അനാസ്ഥ, മറ്റുള്ളവരെ ദൈവത്തിൻ്റെ മകനായിട്ട് കാണാനുള്ള അനാസ്ഥ. സ്മൈൽ വില്ലേജ് കഴിഞ്ഞ് 25 വർഷമായിട്ട് ഈ അനാസ്ഥയ്ക്ക് മറുപടി കൊടുക്കുന്ന ഒരു പ്രവാചക ശബ്ദമായിട്ട് ഈ വെട്ടിക്കുഴിയിൽ നിലനിൽക്കുക. സമൂഹം മറന്നുപോയവരെ തിരിച്ചു സ്വീകരിക്കുക. അവൻ എൻ്റെ സഹോദരനാണ്, അവൻ എൻ്റെ സഹോദരിയാണ് എന്ന് ഉറപ്പോടെ പറഞ്ഞ് ഒരു ദ കൾച്ചർ ഓഫ് ലവ്, ദ കൾച്ചർ ഓഫ് ഫ്രറ്റേണിറ്റി സ്ഥാപിക്കുകയാണ് ഈ സ്ഥാപനത്തിലൂടെ. സാഹോദര്യത്തിൻ്റെ ഒരു സംസ്കാരം വളർത്തിയെടുക്കാനായിട്ട് ഈ സ്മൈൽ വില്ലേജ് നിലനിൽക്കുക. ദേവൂസ് കാരിത്താസ് എസ്ത് എന്നുള്ള ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ ചാക്രി ലേഖനത്തിൽ, ദൈവം സ്നേഹമാണ് എന്നുള്ള ചാക്രി ലേഖനത്തിൽ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് തിരിച്ചറിയുന്നത്, ഇപ്പം ഞാൻ നിങ്ങളുമൊക്കെ ക്രിസ്ത്യാനിയാണെന്ന് തിരിച്ചറിയുന്നത്, അതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്, ഇഫ് വി ഹാവ് ദ ലവ് ഓഫ് ഗോഡ് and love of the brethren, then we can say I am a Christian. ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് എനിക്ക് ദൈവത്തോടും സഹോദരങ്ങളോടും സ്നേഹമുണ്ട് എന്നുള്ള. പിതാവായ ദൈവത്തെ ഞാൻ അംഗീകരിക്കുന്നെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവരെ സഹോദരരായിട്ട് കാണും. കാരണം അവരുടെയും പിതാവ് ദൈവം തന്നെയാണ്. ഇതുകൊണ്ട് തന്നെയാണ് സഭ കരുണയുടെ സേവനം ഉപേക്ഷിച്ചാൽ പിന്നെ സഭ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. സ്മൈൽ വില്ലേജ് ഇന്ന് നൽകുന്ന സാക്ഷ്യം അത് പ്രധാനപ്പെട്ടതാണ്. ഇവിടെ മനുഷ്യർ പരസ്പരം മതിലുകൾ കെട്ടുമ്പോൾ ഈ സ്ഥാപനം പാലങ്ങൾ പണിത് സാഹോദര്യത്തിൻ്റെ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനായിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, 25 വർഷം പിന്നിടുമ്പോൾ നമുക്ക് നന്ദി പറയാനുള്ള സമയമാണ്. ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്ലാക്കലച്ചനും അതുപോലെ തന്നെ വിൻസെൻഷ്യൻ സന്യാസ സമൂഹത്തിനും മാതൃത്വത്തോടും കരുണയോടും കൂടെ സേവനം ചെയ്യുന്ന കരുണയുടെ സഹോദരിമാരോടും
ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ ഉപകാരികളോടും നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം ജൂബിലി ഒരു പ്രതിജ്ഞയുടെ സമയമാണ്. 25 വർഷമായിട്ട് എഴുതപ്പെട്ട ചാപ്റ്റർ അത് പൂർത്തീകരിച്ചിട്ട് പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുന്ന അവസരവും കൂടിയാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിൻ്റെ ആനന്ദം എന്നുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രബോധന രേഖയിൽ പറയുന്നത് സഭ എല്ലായ്പ്പോഴും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കേണ്ടതുണ്ട്. ഇനി വരുന്ന വർഷങ്ങളിൽ സ്മൈൽ വില്ലേജ് കാരുണ്യത്തിൻ്റെ പുതിയ മാനങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കാം. അതോടൊപ്പം ഇവിടെ പങ്കെടുക്കുന്ന നമുക്കൊക്കെ ഇന്ന് ഈ സിൽവർ ജൂബിലിയിൽ പങ്കെടുക്കുമ്പോൾ നാം തിരിച്ചു പോകുമ്പോൾ നമ്മോട് പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. വിശ്വാസം വാക്കുകളിൽ മാത്രം നിന്നാൽ പോരാ, അത് പ്രവൃത്തികളിലൂടെ തെളിയിക്കാനായിട്ട് കഴിയണം. അതിന് നമ്മുടെ സമൂഹത്തിൽ ഒരാളും നിരാലംബരായിട്ട് നിൽക്കുവാനായിട്ടിടയാകരുത്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ ഗ്രാമത്തിൽ, നമ്മുടെ പ്രവർത്തന മേഖലയിൽ അവിടെയൊക്കെ നിരാലംബരായിട്ടുള്ളവർ, ദരിദ്രരായിട്ടുള്ളവർ, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർ, അവരെ പരിഗണിക്കാനുള്ള നല്ല മനസ്സ് കൂടുതലായിട്ടുണ്ടാകുവാൻ ഈ സ്മൈൽ വില്ലേജിൻ്റെ ഈ പങ്കെടുക്കലിൽ നമുക്ക് ആവേശം കിട്ടാനായിട്ട് സാധിക്കട്ടെ. പ്രിയമുള്ളവരെ, ലെറ്റ് us try to be the faces of the compassionate love of Jesus Christ. ക്രിസ്തുവിൻ്റെ കരുണാർദ്ര സ്നേഹത്തിൻ്റെ നല്ല മുഖങ്ങളായിട്ട് മാറുവാൻ ഈ സ്മൈൽ വില്ലേജിലെ ഈ സിൽവർ ജൂബിലിയിൽ നാം പങ്കെടുക്കുമ്പോൾ നമുക്ക് കഴിയട്ടെ. ഒരിക്കൽ കൂടെ നമുക്ക് ഈ സ്മൈൽ വില്ലേജിനെ അഭിനന്ദിക്കാം. ക്രിസ്തുവിൻ്റെ കരുണാർദ്ര സാക്ഷ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷ്യമായിട്ട് തുടർന്ന് നിലനിൽക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സിൽവർ ജൂബിലിയുടെ മംഗളങ്ങളെ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് എപ്പോഴും